വെപ്പണൈസ് കൈൻഡ്നെസ് പാസീവ് അഗ്രഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പം നമ്മളൊരാളുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിക്കാം. അപ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നമ്മളോട് ക്ഷമിച്ചു, അത് കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ പറയും. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും അവർ നമ്മളെ വിഷ് ചെയ്യും. വിഷ് ചെയ്യുക മാത്രമല്ല, ചിലപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കും. മറ്റൊരാളെ കൊണ്ട് പറഞ്ഞ് അവരെ കൊണ്ടും ഒക്കെ വിഷ് ചെയ്യിപ്പിച്ച് നമുക്കൊരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാക്കും. അയ്യോ, നമ്മൾ ഇവരുടെ ബർത്ത്ഡേ വിഷ് ചെയ്തില്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ. എന്നിട്ട് ഇതുപോലെയുള്ള ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെടുത്ത് വന്നിട്ട് പറയും, എനിക്ക് നിന്നെ പോലെ ആകാൻ പറ്റില്ലല്ലോ. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ചില എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് കൂടിയുണ്ട്. എന്നാലും നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ, എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയല്ലോ. കേൾക്കുമ്പോൾ ഒരു സർക്കാസ്റ്റിക് ജോക്കായിട്ടൊക്കെ തോന്നിയാലും ശരിക്കും ഇതൊരു ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാസീവ് അഗ്രഷൻ തന്നെയാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുമ്പോഴല്ല, പക്ഷേ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് തുടർച്ചയായിട്ട് അവരോട് കോൺവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെപ്പോഴും ഇങ്ങനെ മോന വെച്ച് സംസാരിക്കുന്ന പോലെ ഇരിക്കും. ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ചിലപ്പോൾ അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ അവരുടെ ഒരു പാസ്റ്റ് ട്രോമയോ അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് അബ്യൂസോ ഒക്കെ ആയിരിക്കാം. സോ ഇത്തരം ബിഹേവിയേഴ്സ് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് സജസ്റ്റ് ചെയ്യുക.